കാസർഗോഡ് ഇരിയണ്ണിയിൽ വീണ്ടും പുലി ഇറങ്ങിയതായി സംശയം. വളർത്തുനായയെ കടിച്ചുകൊന്ന നിലയിൽ കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ എത്തി സ്ഥലത്ത് പരിശോധന നടത്തി. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായുണ്ട്. അരുൺ, ഇതൊരു നിരന്തര പ്രശ്നമായി മാറുകയാണോ? നാട്ടുകാരെന്താണ് പറയുന്നത്? ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പരിശോധനയിൽ നിന്ന്? ഈ ഇരിയണ്ണി ഭാഗം എന്ന് പറയുന്നത് ഒരു വനമേഖലയാണ്. അതായത് നാടും കാടും ഇടകലർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് നിരന്തരമായി പുലി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയാണ് വളർത്തുനായയെ കടിച്ചു കൊന്ന നിലയിൽ കണ്ടെത്താൻ സാധിച്ചത്. അത് ഇരിയണ്ണിയിലെ സന്തോഷിന്റെ വീട്ടിലെ ഈ നായയാണ് കടിച്ചു കൊന്നത്. വനംവകുപ്പ് ഈ പ്രദേശത്തൊക്കെ കൂട് സ്ഥാപിച്ചിരുന്നു. പക്ഷേ നിരവധി പുലികൾ ഈ കാട്ടിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മാസം മുൻപും സമാനമായ രീതിയിൽ ഈ പ്രദേശത്ത് പുലി ഇറങ്ങിയിരുന്നു. നായയെ കടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. നിലവിൽ ഇപ്പോൾ വനംവകുപ്പിന്റെ RRT സംഘം ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നുണ്ട്, ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുലിയുടെ സാന്നിധ്യം ഇവിടെ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത് വനംവകുപ്പും പറയുന്നുണ്ട്. കാടും നാടും ഇടകലർന്ന് കിടക്കുന്ന പ്രദേശമാണ്. പലപ്പോഴും പുലി ഈ കാട്ടിൽ നിന്ന് നാട്ടിലൂടെ ഇറങ്ങി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന സ്ഥിതിയുണ്ട്. അത് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊരു ആശങ്കയിലും ആശയക്കുഴപ്പത്തിലുമാണ് ഇപ്പോൾ വനംവകുപ്പും ഉള്ളത്. GK. ശരി, അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.